അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ CPR കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ സംബന്ധിച്ച് ചില പുതിയ നിർദ്ദേശങ്ങൾ ഈയിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സർക്കുലേഷൻ്റെ 2008 ഏപ്രിൽ 31 ലക്കത്തിൽ ഈ പുതിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ നിർദ്ദേശങ്ങളാണ് ഇവ. പുതിയ നിർദ്ദേശങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇതുവരെ നിലനിന്നിരുന്ന പഴയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നെന്ന് നമുക്ക് നോക്കാം. വിറ്റ്നസ് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് CPR നൽകുന്നത്. വിറ്റ്നസ് കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നാം നോക്കി നിൽക്കുമ്പോൾ ഒരാൾ ബോധക്ഷയമുണ്ടായി വീഴുകയും ഹൃദയം നിലയ്ക്കുകയും ചെയ്യുക. ആദ്യമായി ചെയ്യേണ്ടത് വീണയാളിൻ്റെ സമീപത്തെത്തി ഉറക്കെ ആർ യു ഓക്കേ എന്ന് ചോദിക്കുക. ആദ്യകാലങ്ങളിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് CPR പരിശീലനം നൽകുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മാനിക്യൂം റബ്ബർ കൊണ്ട് നിർമ്മിച്ച സ്ത്രീരൂപമുള്ള ഒരു ഡമ്മിയാണിത്. എന്തുകൊണ്ടോ ഈ ഡമ്മിയെ ആനി എന്ന പേരാണ് ഇതിന് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ആനി ആർ യു ഓക്കേ എന്ന് ചോദിക്കണമെന്ന് ഏതാണ്ട് 2 തലമുറകളോളമുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചത്. പേരറിയാമെങ്കിൽ ആനിക്ക് പകരം ചാക്കോച്ച, മറിയാമ്മേ, ഏലിയാമ്മേ, ആർ യു ഓക്കേ എന്ന് ഉറക്കെ ചോദിക്കണം. രോഗി പ്രതികരിക്കുന്നില്ല എങ്കിൽ, ശ്വാസവും വിടുന്നില്ല എങ്കിൽ കാർഡിയാക് അറസ്റ്റാണെന്ന് കരുതി CPR ആരംഭിക്കണം. നിങ്ങളൊരു ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ പൾസ് പരിശോധിക്കാൻ വേണ്ടി സമയം കളയരുത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അമേരിക്കയിൽ വെച്ചാണിത് നടക്കുന്നതെങ്കിൽ ആദ്യമായി 911 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മെഡിക്കൽ ആംബുലൻസിനെയും മെഡിക്കൽ ടീമിനെയും അലേർട്ട് ചെയ്യണം. തുടർന്ന് കഴുത്ത് നിവർത്തി വെച്ച ശേഷം രോഗിയുടെ മൂക്ക് ഒരു വിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. രോഗിയുടെ വായ CPR നൽകുന്ന ആളിൻ്റെ വായുമായി അടുപ്പിച്ച് സീല് ചെയ്ത ശേഷം ശക്തമായി 2 തവണ രോഗിയുടെ വായിലേക്ക് ഊതുക. അതിനുശേഷം രോഗിയുടെ നെഞ്ചിൽ മുലഞ്ഞെട്ടിൻ്റെ മധ്യത്തിലായി 2 കൈകൾ കൊണ്ടും അമർത്തി 1.5-2 ഇഞ്ച് താഴത്തക്കവണ്ണം കംപ്രസ് ചെയ്യുക. പലപ്പോഴും സിനിമയിലും TV-യിലുമെല്ലാം ഈ പ്രൊസീഡിയർ തെറ്റായി കാണിക്കാറുണ്ട്. കൈമുട്ട് മടക്കാതെ നിവർത്തി റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ വലത്ത് കൈ താഴെയും, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് താഴെയും വെച്ച് അമർത്തണം. ശരീരത്തിൻ്റെ ഭാരം ഉപയോഗിച്ചായിരിക്കണം കംപ്രസ് ചെയ്യേണ്ടത്. 30 തവണ കംപ്രസ് ചെയ്ത ശേഷം 2 തവണ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് നൽകണം. ഇത് മെഡിക്കൽ ടീം വരുന്നത് വരെയും തുടർന്നുകൊണ്ട് ഇരിക്കണം. എന്നാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം മിനിറ്റിൽ ഏകദേശം 100 തവണ വീതം ചെസ്റ്റ് കംപ്രഷൻ മാത്രം നൽകിയാൽ മതിയാകും. മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള CPRൻ്റെ ആദ്യ ഉപജ്ഞാതാവ് അരിസോണ യൂണിവേഴ്സിറ്റിയിലെ കാർഡിയോളജി പ്രൊഫസർ ഒരു ഗോർഡൻ ഇവിങ് ആണ്. ഇവിടെ ഈ ചിക്കാഗോയ്ക്ക് സമീപമുള്ള വിസ്കോൺസിൻ സ്റ്റേറ്റിലെ വോൾവർത്ത് കൗണ്ടിയിൽ 2005 മുതൽ പോലീസിനെയും എമർജൻസി പാരാമെഡിക്സിനെയും പൊതുജനങ്ങളെയും ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള CPR ചെയ്യുവാനാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഒരു പഠനം നടത്തി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞ ശേഷം തൽക്ഷണം ആരംഭിച്ച മൗത്ത് ടു മൗത്ത് റെസസിറ്റേഷൻ ഉൾപ്പെട്ട CPR മൂലം 19.6% ആളുകളെ റെസസിറ്റ് ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ 2005 ശേഷം ഇതേ കൗണ്ടിയിൽ പുതിയ ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള CPR മൂലം 57.6% ആളുകളെ റെസസിറ്റേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതായത് 3 ഇരട്ടി ആൾക്കാരെ ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള CPR മൂലം രക്ഷിക്കുവാൻ സാധിച്ചുവെന്നാണ്.
ജപ്പാനിലും നടത്തപ്പെട്ട വളരെ വിപുലമായൊരു പഠനത്തിലും ഇതേ ഫലം തന്നെ കാണപ്പെട്ടതായി ലാൻസെറ്റിൽ റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള CPRൻ്റെ ന്യായീകരണം ഇതാണ്. കാർഡിയാക് അറസ്റ്റ് മൂലം തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം 4 മിനിറ്റ് നേരം നിലച്ചാൽ ബ്രെയിനിലെ ബ്രെയിൻ സെൽസ് നിർജീവമാകാൻ തുടങ്ങും. 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും പെർമനൻ്റായിട്ട് നമ്മുടെ തലച്ചോറ് നിർജീവമാകും. അതുകൊണ്ട് ഇൻ്ററപ്ഷൻ ഇല്ലാതെ തലച്ചോറിൽ രക്തം എത്തിച്ചു കൊടുക്കുവാനുള്ള ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള റെസിസിറ്റേഷൻ മൂലം കൂടുതൽ സാധിക്കുന്നു. മിനിറ്റിൽ 100 തവണ വീതം ചെസ്റ്റ് കംപ്രഷൻ വലിയ പരിശീലനമൊന്നുമില്ലാത്ത ആളുകളെ കൊണ്ടും അത് സാധിക്കും. മാത്രവുമല്ല, ഈ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ഇല്ലയെങ്കിൽ അപരിചിതര് റോഡിൽ വെച്ചോ വഴിയിൽ വെച്ചോ CPR നൽകാൻ കൂടുതൽ തയ്യാറായി മുൻപോട്ട് വന്നെന്ന് വരിക്കും. കാർഡിയാക് അറസ്റ്റിൻ്റെ മുഖ്യ കാരണം ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ഹൃദയത്തിൻ്റെ പേശികൾ അനിയന്ത്രിതമായി അമിത വേഗത്തിൽ സങ്കോചിക്കുന്നു എന്നതാണ്. തന്മൂലം നമ്മുടെ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇതിനെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ട്രാക്കിക്കാർഡിയ എന്ന് വിളിക്കും. ഈ അവസ്ഥയിൽ ഇലക്ട്രിക് ഷോക്ക് നൽകിയെങ്കിൽ മാത്രമേ ഹൃദയത്തെ നോർമൽ നിലയിൽ തിരികെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വിമാനത്തിനുള്ളിലും എയർപോർട്ടിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റാളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം AED ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന ഉപകരണം വെച്ചിട്ടുണ്ട്. ഈ ഉപകരണം രോഗിയുടെ നെഞ്ചിൽ ഘടിപ്പിച്ചാൽ ഈ ഉപകരണം തന്നെ ഡയഗ്നോസ് നടത്തുകയും വേണ്ടതെന്തെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യും. ആവശ്യമെങ്കിൽ ഹാർട്ടിന് ഷോക്ക് ഈ ഉപകരണം തന്നെ നൽകിക്കൊള്ളും. മെഡിക്കൽ പരിശീലനമില്ലാത്തവർക്ക് പോലും പ്രയാസം കൂടാതെ ഉപയോഗിക്കത്തക്ക വിധമാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഉപകരണം സമീപമുണ്ടെങ്കിൽ ഇതുപയോഗിച്ച് ഷോക്ക് നൽകുന്നതിന് മാത്രമേ ചെസ്റ്റ് കംപ്രഷൻ നിർത്താവൂ. അല്ലെങ്കിൽ മെഡിക്കൽ ടീം എത്തുന്നത് വരെയും മിനിറ്റിൽ 100 വീതം ചെസ്റ്റ് കംപ്രഷൻ മാത്രമുള്ള CPR തുടരണമെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പൊതുജനങ്ങൾക്ക് നൽകുന്ന പുതിയ നിർദ്ദേശം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ് വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും